അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നൂൽ പൊറോട്ടയുടെ റെസിപ്പിയാണ്. ഇതൊരു ചെറിയ പൊറോട്ടയാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു പൊറോട്ടകളാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടയാണ്. നമുക്കധികം പൊറോട്ട അടിച്ചെടുക്കാനോ അങ്ങനത്തെ ഒന്നും ബുദ്ധിമുട്ടില്ല. അതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. പൊറോട്ടയുടെ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഞാൻ കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിയുടെ മാവിനേക്കാളും കുറച്ച് ലൂസായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ചിലർ ചോദിക്കാറുണ്ട് ചൂടുവെള്ളത്തിലാണോ കുഴച്ചെടുക്കാറുള്ളത് എന്നല്ല കേട്ടോ. പച്ചവെള്ളത്തിൽ തന്നെയാണ് നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്തൊക്കെ കുഴച്ചെടുക്കാറുള്ളത്. ഇപ്പോൾ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് സമയം കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ടാണ് നമ്മളിത് മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാവും നിങ്ങൾക്ക് കിട്ടുക. സാധാരണ നിങ്ങൾ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ കുറച്ചധികം ഓയിൽ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ഓയിൽ തന്നെ നമ്മൾ പരത്തിയെടുക്കുന്നതും ചുട്ടെടുക്കുന്നതൊക്കെ. നമ്മൾ പിന്നെ എക്സ്ട്രാ ഓയിൽ എടുക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. നമ്മൾ വളരെ കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും വെക്കുക കേട്ടോ. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ തുറന്ന് കാണിക്കുന്നത്. ഇനി നമുക്ക് ഓരോ ഉരുളകളെടുത്തിട്ട് പരത്തിയെടുക്കാം. സാധാരണ നമ്മൾ പൊറോട്ടയൊക്കെ പരത്തുന്ന പോലെ തന്നെ കൈ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പരത്തിയെടുക്കാം. ഇല്ലെങ്കിൽ ചപ്പാത്തി കോയിൽ വെച്ചിട്ട് പരത്തിയെടുത്താലും മതി. അതൊക്കെ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ നല്ല പോലെ വളരെ കനം കുറച്ചിട്ട് നമ്മളിതൊന്ന് പരത്തിയെടുക്കുന്നത്. അപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കൈ കൊണ്ട് വലിച്ചാൽ തന്നെ അത് വലിഞ്ഞു വരും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കത് നല്ല തിന്നായിട്ട് തന്നെ കിട്ടും. നല്ല പോലെ ഓയിൽ നമ്മൾ ആ ഒരു മാവിട്ട് വെച്ച് അതിന് തന്നെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എക്സ്ട്രാ ഓയിൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഓയിലിന് പകരം നെയ്യൊക്കെ വേണം, നെയ്യോ ബട്ടറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ നമുക്കൊരു കത്തിയോ ഒരു കട്ടറോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നല്ലപോലെ വരഞ്ഞു കൊടുക്കുക. വളരെ കനം കുറച്ചിട്ട് വരയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല തിന്നായിട്ടുള്ള ലെയറുകളായിരിക്കും പൊറോട്ട ചുട്ടെടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുക. ഇതുപോലെ നമുക്കൊന്ന് ചുരുട്ടി വെക്കാം. സാധാരണ നമ്മൾ പൊറോട്ടയ്ക്ക് ചുരുട്ടി വെക്കുന്ന പോലെ തന്നെ ഈ പൊറോട്ട നമ്മൾ ചുരുട്ടിയതിന് ശേഷം ഒരുപാട് പരത്തിയെടുക്കുന്നൊന്നുമില്ല കേട്ടോ. ചെറിയ ചെറിയ പൊറോട്ടകളാക്കിയിട്ടാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള മാവൊക്കെ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും സാധാരണ വലിയ പൊറോട്ട ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. കുറച്ചും കൂടെ നല്ല കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. കുഞ്ഞു കുഞ്ഞു പൊറോട്ടകളായിരിക്കും. അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള ലെയറുകളായിട്ടുള്ള പൊറോട്ട ആയിരിക്കും ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. നമുക്ക് വീട്ടിലൊക്കെ ചെറിയ പാർട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അത് കാണാനും നല്ല ഭംഗിയാണ് സെർവ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊക്കെ അതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു കട്ടർ വെച്ചിട്ടാണ് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു വരയുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാലും നമുക്ക് ആ ഒരു ചുട്ടെടുക്കുന്ന സമയത്ത് ലെയറുകൾ സെപ്പറേറ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടുള്ളൂ. ഓയിൽ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലെയറുകൾ അത് വിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ല പോലെ തന്നെ ആ ഒരു ഓയിൽ തന്നെ നിങ്ങളൊന്ന് ബ്രഷ് ചെയ്താൽ മതി. പിന്നെ എക്സ്ട്രാ ഓയിൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. മുഴുവനായിട്ടൊന്നും ചെയ്യുന്നത് കാണിക്കണില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ എല്ലാവർക്കും ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ചുട്ടെടുക്കുന്ന ആ ഒരു ഇത് എന്തെങ്കിലും നമ്മൾ കാണിക്കുന്നതിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് നമ്മളിങ്ങനെ കൂടുതലായിട്ട് പറയുമ്പോൾ അത് അറിയുന്നവർക്കൊക്കെ ഒരുപാട് കേൾക്കുമ്പോൾ ഒരു ഇതായിരിക്കും കേട്ടോ, ബോറിംഗ് ആയിരിക്കും. അതുകൊണ്ടാണ് കൂടുതൽ ഇങ്ങനെ പറയാത്തത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പൊറോട്ടയാണ് കേട്ടോ. വീശി അടിക്കുകയോ ഒന്നും വേണ്ട നമുക്ക്. അപ്പോൾ എല്ലാം നമ്മളിതുപോലെയൊക്കെ ഒന്ന് ചുരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പതുക്കെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ട് പരത്തിയെടുക്കണമൊന്നുമില്ല. ഇനി ഒരു പാന് ചൂടാക്കിയതിന് ശേഷം കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ എക്സ്ട്രാ ഓയിലൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ മാവിട്ട് വെച്ച ആ ഒരു ഓയിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിൽ
സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് പരത്തി വെച്ചിട്ടുള്ള എല്ലാതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം 3 നമുക്ക് ഒരു പാനിൽ പറ്റുന്നുള്ളൂ, ഈ ഒരു പാനിൽ. അപ്പോൾ വലിയ ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 5 ഒരുമിച്ചിടാൻ പറ്റുന്നതാണെങ്കിലൊക്കെ വളരെ നല്ലതാണ്. വളരെ പെട്ടെന്ന് തന്നെ പണിയൊക്കെ കഴിയും. അതുപോലെ ഗ്യാസിന് ലാഭിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടച്ചു വെക്കുന്നുണ്ട്. കുറച്ച് കട്ടി കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമ്മളിത് അടച്ചു വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. നമ്മൾ സാധാരണ പൊറോട്ട കുറച്ച് കനം കുറച്ചിട്ട് പരത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അടച്ചു വെക്കാറില്ല. ഇത് നമ്മൾ ഉൾഭാഗം കൂടെ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പുറം കരിയും, ഉൾഭാഗം പച്ചയായിട്ട് തന്നെ കിടക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് അടിക്കണില്ല പൊറോട്ട. ജസ്റ്റ് ഒരു ചട്ടകം എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ലെയറുകൾ നന്നായിട്ട് തന്നെ വിട്ട് വരും. അതിൻ്റെ ആ ഒരു ചുറ്റൊക്കെ നല്ല പോലെ അഴിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ചൂടോട് കൂടി തന്നെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ടാണെങ്കിലും കൈ വെച്ചിട്ട് നമുക്കിങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റില്ല, നല്ല ചൂടായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് നല്ലൊരു ചട്ടകം വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല സെപ്പറേറ്റ് ആയിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ആ നൂലുകൾ വിട്ട് വരും. അപ്പോൾ നല്ല നമ്മുടെ മിനി നൂൽ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ നന്നായിട്ട് മൊരിച്ചെടുക്കണം എന്നുള്ളവരാണെങ്കിൽ ചെറിയ തീയിലിട്ടിട്ട് മുകൾ ഭാഗം നിങ്ങൾക്ക് നല്ല ക്രിസ്പായിട്ട് തന്നെ കിട്ടും, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പൊറോട്ടയ്ക്ക് അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. മുകൾ ഭാഗം നല്ല ക്രിസ്പായിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും. സാധാരണ നമ്മൾ പൊറോട്ട എപ്പോഴും നല്ല സോഫ്റ്റ് പൊറോട്ട എന്നങ്ങനെയാണല്ലോ പറയുക. പക്ഷേ ഇത് കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളെ അഭിപ്രായങ്ങളും കൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ റെസിപ്പി നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുന്നുണ്ട്, എല്ലാവർക്കും ശരിയാവുന്നുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും അറിയിക്കുക അതൊക്കെ. അതുപോലെ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾ ഈ ലിങ്കൊക്കെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക. എന്താ മാക്സിമം നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ബാക്കിയുള്ള റെസിപ്പീസൊക്കെ കണ്ടു നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇനി കാണാൻ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും റെസിപ്പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കുക. നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.